യഥാർത്ഥത്തിൽ ബിഗ് ബോസിൻ്റെ കൺസെപ്റ്റ് ഗംഭീരമാണ്. സമൂഹത്തിൻ്റെ വ്യക്തമായ ഒരു റിഫ്ലക്ഷനാണ് അവർ ബിഗ് ബോസിലൂടെ ഉദ്ദേശിക്കുന്നത്. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയുന്ന നമുക്ക് ബിഗ് ബോസ് ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ കണ്ണാടിയാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വെറുപ്പോടുകൂടി ഓരോ എവിക്ഷനും നടന്നൊരു സീസൺ ഉണ്ടായിട്ടില്ല. കാശും പേടിച്ച് മുതലാളിക്ക് വേണ്ടിയിട്ട് കാല് നക്കി കൊടുത്ത് നടക്കുന്നവന്മാർക്ക് ഞാൻ കാണിച്ചത് തെറ്റാണെന്ന് ധൈര്യമായിട്ട് പറയാം. ആത്മാഭിമാനവും ആത്മബോധമുള്ള ഒരാളെ സംബന്ധിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമായിക്കോട്ടെ, നമുക്ക് വരുമാനത്തിനായിക്കോട്ടെ, അതിന് അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആ വിഷയത്തിലൂടെ മറ്റൊരാൾ വേദനിക്കപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യണം. നീ എവിടെ നിൽക്കുന്നോ ആ നിൽക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നിനക്ക് ആരന്നം തരുന്നോ ആ തരുന്ന ആൾക്കാരോട് അവരെന്ത് തെമ്മാടിത്തരം കാണിച്ചാലും, അപ്പോൾ ഈ സമൂഹം എന്താണ് ആൾക്കാരെ പഠിപ്പിക്കാൻ പോകുന്നത്? ഞാനൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം എന്നതുപോലെയാണ് നമ്മളിത് പറയുന്നത്. ഇവിടെ പലരും പറയും ഞങ്ങൾക്ക് ഡേറ്റില്ല, ഒരു വെണ്ടക്കയില്ല. ഇവിടെ എല്ലാമാർക്കും ഡേറ്റ് ഉണ്ട്, ഇവന്മാർക്ക് ഒരു പടവാണില്ലാത്തത്. ചുമ്മാ അടിക്കുന്ന ഡയലോഗാണ് ഇതൊക്കെ തന്നെ. നേരെ ചെല്ലുക, പറയുന്നതിന് മുകളിൽ പൈസ കൊടുക്കണം. പിന്നെ വളരെ കുറച്ച് പേര് സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട്. അതായത് ഇത് ഇത്ര ആയല്ലോ, ഒന്ന് നല്ല സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന വളരെ കുറച്ച് പേരുമുണ്ട്. പക്ഷേ കൂടുതൽ പേരും ഫോക്കസ് ചെയ്തേക്കുന്ന പൈസ. ഇപ്പോൾ എന്നെയൊക്കെ വിളിച്ച് പല പിള്ളേരും കഥ പറയാൻ ചേട്ടാ, ഇപ്പോൾ ഞാനിവിടെ എൻ്റെ പൊന്നുമോനെ നിങ്ങൾ എന്നോട് കഥ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എനിക്ക് കുറച്ച് ബന്ധങ്ങളുണ്ടായതുകൊണ്ട് ഈ പ്രോജക്റ്റ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലാണെങ്കിൽ വേണ്ട, ഞാൻ ചെയ്യില്ല, ഞാൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കത്തതുമില്ല. ഒരു നല്ല സിനിമ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കും കൂടി അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അല്ലെങ്കിൽ ചെയ്യുന്ന പടത്തിന് പൈസ പോകാൻ പറ്റത്തില്ല, നഷ്ടം വരത്തില്ല എന്നൊരു കോൺഫിഡൻസ് എനിക്ക് വരുമ്പോൾ മാത്രമേ ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ സിനിമ ചെയ്യത്തില്ല. അതേസമയം ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, എന്നാൽ നീ കൊണ്ട് ഒരു 25 ലക്ഷം രൂപ കുഞ്ഞ് കൊണ്ടുപോകാം, നമുക്ക് പടം ചെയ്യാം, എന്തെങ്കിലും ആവട്ടെ, എനിക്കെന്താ വേണം എന്ന് ചിന്തിച്ചാൽ ഇപ്പം ധ്യാൻ്റെ ഒരു അഭിപ്രായത്തോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഞാൻ പടം അങ്ങ് ചെയ്യും, അത് പടം പൊട്ടുന്നതിനെ കുറിച്ചോ. പക്ഷെ അങ്ങനല്ല, നമ്മൾ ചൂസ് ചെയ്യണ്ട. അറ്റ്ലീസ്റ്റ് ഒന്ന് പറയണം. ഇത് എനിക്കറിയത്തില്ല അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് 5 പൈസ പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ വെറുതെ സിനിമ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്താൽ ഒരു കുഴപ്പമില്ല. അത് അവൻ്റെ വിധിയാണ്. നമ്മൾ നിർമ്മാതാവിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. നിർമ്മാതാവിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി, വേറെ ആരെയും കൺസിഡർ ചെയ്യണ്ട. കാരണം നിർമ്മാതാവ് ഉണ്ടെങ്കിൽ സിനിമയുള്ളന്നേ, വേറെ കഥയാണെന്നില്ല. അതൊക്കെ കൊച്ചി നഗരമധ്യത്തിൽ ഒന്ന് കല്ല് പറക്കി എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 തകർത്തകളുടെ തലേ കല്ല് വീഴും. പക്ഷെ അങ്ങനെ പിള്ളേർ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അത്രയും കൺസേൺ ആവുന്ന എത്ര പേരുണ്ട്? ഇപ്പൊ എല്ലാവർക്കും ഇല്ല, അങ്ങനെ ആരുമില്ല. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ് ഈ ഡയറക്ടേഴ്സ് അവൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് നിർമ്മാതാക്കളെ ഇമാതിരി നശിപ്പിക്കുന്നത്. സത്യത്തിൽ ഇവൻ്റെ ക്രിയേറ്റിവിറ്റി അല്ല, ഇവൻ്റെ കഴിവില്ലായ്മയാണ്. കാര്യം ഇപ്പോൾ നമ്മൾ ഷാജി കൈലാസിനെ കുറിച്ചും ജോഷിയെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ അന്ന് ചെയ്തേക്കുന്ന വലിയ പടങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് ഒരു പറ്റം വിദ്യാർത്ഥികൾ ഇറങ്ങി വന്ന് പോലീസുമായിട്ടുള്ള ആടി ബഹളം, ഇതിൻ്റെ ഇടയിലൂടെ നടക്കുന്ന കാര്യങ്ങൾ, സുരേഷ് ഗോപിയുടെ തീവാർന്ന സംഭാഷണങ്ങൾ എല്ലാം കൂടെ ചെയ്യുമ്പോൾ 3 മണിക്കൂറേ ഷൂട്ട് ചെയ്തോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 3 ദിവസം കൊടുത്ത മലയാളത്തിലൊരുത്തൻ ഷൂട്ട് ചെയ്തില്ലല്ലോ. അപ്പം അവൻ്റെ കഴിവില്ലായ്മയെ ഇവൻ നിർമ്മാതാവിൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടി. ഇനി ഇതെല്ലാം കൂടെ ഷൂട്ട് ചെയ്ത് വെച്ചെന്ന് വെച്ചോ, ഇവൻ പാതിരാത്രിക്ക് ഇരുന്നത് കണ്ടിട്ട് ഇത് വർക്കായിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ലൊക്കേഷൻ പോരാ, ഞാൻ ഇന്നലെ വേറൊരു ലൊക്കേഷൻ കണ്ടു, നമുക്ക് അവിടെ ഒന്ന് റീഷൂട്ട് ചെയ്യാം. റീഷൂട്ട് എപ്പോഴാണ് റീഷൂട്ട് വരുന്നത്? നമ്മൾ ചെയ്യുന്നതിന് തൃപ്തിയില്ല. അതുപോലെ ഒരു ടേക്ക് എടുത്താൽ അത് ഓക്കെ അല്ല, ഇങ്ങനെ റീടേക്ക് എടുത്തുകൊണ്ടിരിക്കും. കാരണം എന്താ, കൺഫ്യൂഷൻ. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാരാണെന്ന് ഇവരെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഭയങ്കര ചില ഡയറക്ടർമാരെന്നൊക്കെ പറഞ്ഞ് പൊക്കി പറയുന്ന പലരുടെയും ഇവരിത് ഇങ്ങനെ തീർത്തേന്നുള്ളത് എൻ്റെ റിയാലിറ്റി. ഇവരുടെ കൂടെ വർക്ക് ചെയ്ത നിർമ്മാതാക്കൾ, ഇവരുടെ കൂടെ വർക്ക് ചെയ്ത ടെക്നീഷ്യന്മാരൊക്കെ പറഞ്ഞ് നമുക്കറിയാമല്ലോ. ഇതൊക്കെയാണ് സത്യം. കാരണം ഇവരുടെ കഴിവില്ല. പക്ഷേ ഇവരുടെ പിന്നെ മാത്രമല്ല, ഇപ്പം പുതിയൊരു സിസ്റ്റം ഡെവലപ്പായി വന്നിട്ടുണ്ട്. സിനിമ വിജയിച്ചാൽ അയാളെന്തോ വലിയ കഴിവുള്ള ആൾ. അതെന്ത് സിസ്റ്റമാണ്? അങ്ങനെയാണെങ്കിൽ ലിജോ ജോസ് പല്ലിശ്ശേരി മലയാളത്തിലെ ഏറ്റവും മോശം സംവിധാനം എന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരും. കാര്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമകൾ പരാജയപ്പെട്ടതാണ്. പക്ഷേ ഹൈലി ക്രാഫ്റ്റ് ഉള്ളൊരു മനുഷ്യനാണെന്ന് സിനിമ പരാജയപ്പെട്ടാലും പണി അറിയാവുന്നവനാണെന്നുള്ളതിനെ കണ്ടാൽ അറിയാൻ പറ്റും. സിനിമയുടെ ജയപരാജയങ്ങൾ നോക്കിയിട്ടല്ലല്ലോ ഒരാളെ നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത്. അങ്ങനെ പത്മരാജൻ മലയാളത്തിലെ ഏറ്റവും മോശം സംവിധാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മിക്ക പടങ്ങൾ തിയേറ്റർ പരാജയം, കെ ജി ജോസ് സാറിൻ്റെ പല പടങ്ങൾ തിയേറ്റർ അല്ല. ക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് വെച്ചിട്ട് റീഡ് ചെയ്യണം. ഇന്ന് കാര്യം ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഇതെടുത്ത് പറയാം. ഇപ്പം ഞാൻ പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടു, ഞാൻ അടുത്ത പടം ചെയ്യാൻ പോകുന്നത് ഗുരുവായൂരമ്പലം നടയിലാണ്. അല്ല, പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നില്ല, ജെ എന്ന് പറയുന്ന പടത്തിൻ്റെ ഡയറക്ടർ കൂടാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം കേട്ടോ. പക്ഷേ അറ്റ്ലീസ്റ്റ് പൃഥ്വിരാജ് കണ്ടിട്ടില്ല. പൃഥ്വിരാജിനെ പറയുന്നത് ഞാൻ ഈ പടം കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ഡേറ്റ് കൊടുത്തു. കാര്യം എന്താ, സക്സസിനെ നോക്കിക്കൊണ്ട്. ആ പടം സക്സസ് ആയി. പക്ഷേ അത് നല്ല പടമാണ്, മനോഹരമായി തന്നെ ചെയ്ത സിനിമ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു നടൻ ഡേറ്റ് കൊടുക്കുമ്പോൾ ഒരു സിനിമ ചെയ്ത സംവിധായകൻ്റെ പടം തിയേറ്ററിൽ ഓടി എന്നൊരു ഒറ്റ കാരണം കൊണ്ടല്ല ഡേറ്റ് കൊടുക്കേണ്ടത്.
അയാൾ എങ്ങനെയാണ് ചെയ്തത് എന്ന് നമ്മളൊന്ന് വിലയിരുത്തിയിട്ട് ഇത് ഇവൻ പണിയെടുത്ത് തന്നെ വിജയിപ്പിച്ചാണോ, അത് മറ്റു പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ സിനിമകളെ വിജയിപ്പിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കണം. ഏത് ഒരു ടെക്നീഷ്യൻ്റെയും ജയപരാജയങ്ങൾക്കപ്പുറത്തേക്ക് അയാളുടെ ഒരു ക്രാഫ്റ്റ് നമുക്ക് നോക്കാൻ പറ്റും. അഖിലിൻ്റെ അടുത്ത ഫിലിം പ്രോജക്റ്റ് ഏതാണ്? ഞാനൊരു ഒരു പഴയ ഒരു ജോണി വാക്കർ ഒക്കെ പോലത്തെ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. അത് ഈ ആവേശം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അപ്പോൾ ആവേശമായിട്ട് സാമ്യം ഉണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗുരുവായൂരമ്പല നിറയെ പോലത്തെ തന്നെ ഒരു സബ്ജക്റ്റ് ഞാൻ നേരത്തെ പറയുകയും അത് അച്ഛനും മോനും തമ്മിലുള്ള ഒരു ക്ലാഷ് ആയിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് അളിയനും തമ്മിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഒരു നിർമ്മാതാവിനോട് പറഞ്ഞ്, ഞാൻ നിർമ്മാതാവിനോട് അത് പറഞ്ഞ സമയത്ത് ഞാനിപ്പോൾ നമ്മളെ നിഷാദ് ഗോയയുടെ വിഷയം വന്നായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ആലോചിച്ച്, ഞാനും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാം, ഇറങ്ങാൻ പോകുന്ന ഗുരുവായൂരമ്പല നടയിലിൻ്റെ കഥ മുൻകൂട്ടി വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം ഞാൻ മലയാളത്തിലൊരു ഹിറ്റായിട്ടുള്ളൊരു നിർമ്മാതാവിനോട് ഈ കഥ പറഞ്ഞിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ട്, ഞാൻ അവർ പിന്നീട് എന്നോട് പറഞ്ഞു, അഖിൽ പറഞ്ഞ കഥയ്ക്ക് ഭയങ്കര സമാന സ്വഭാവമുള്ള ഒരു കഥ ഇദ്ദേഹം വിപിൻ പൃഥ്വിരാജിനോട് പറഞ്ഞു, അദ്ദേഹം ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി, അതായത് ഇത് ഞങ്ങളൊരു ചെറിയ ഗ്രാഫിൽ സുരാജേട്ടനെ അച്ഛനാക്കി മോനാക്കിയിട്ട് അന്ന് പിന്നെ ബേസിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് ബേസിന് ഇപ്പോഴത്തെ താരമൂല്യമായിട്ടില്ല, അല്ലെങ്കിൽ ധ്യാനം അങ്ങനെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കാന്നൊക്കെ ഇരിക്കുന്ന സമയത്താണ്. പിന്നെ അതിനുശേഷം ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഞാൻ തന്നെ മോനായിട്ട് അഭിനയിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഗുരുവായൂരമ്പലം തന്നെ ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഇത് സെയിം സാധനം, അതായത് അച്ഛനും മോനും തമ്മിലുള്ള ക്ലാഷ്. അതായത് ഇപ്പം ഇൻ്റർവെല്ലിൽ പഞ്ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് രാജേന്ദ്രൻ പിള്ള. അച്ഛൻ എന്നോട് പറയുന്നത്, കൊട്ടൂർ രാജേന്ദ്രൻ പിള്ളയുടെ കൊട്ടൂർ രാജേന്ദ്രൻ പിള്ള നിന്നെ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ല. അപ്പം ഞാൻ അച്ഛനോട്, കൊട്ടൂർ രാജേന്ദ്രൻ പിള്ള എൻ്റെ തന്തയെന്നുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. കാര്യം ഗൾഫിൽ നിന്ന് വന്ന മോനും നാട്ടിലുള്ള അച്ഛനും ഭയങ്കര ഫ്രണ്ട്സാണ്. നിസ്സാര കാര്യത്തിനൊക്കെ അടിയാവും. ഈ അടിയിൽ നിന്ന് ഇവർ രണ്ടും, ഇപ്പോൾ അതായത് ഒന്നുമല്ല, അളിയൻ വിളിച്ചുകൊണ്ടൊരു പെണ്ണ് കാണിക്കാൻ പോകുന്ന സമയത്ത് അളിയൻ്റെ ഉദ്ദേശം ശ്രീധരൻ ബാക്കി കുറച്ച് കിട്ടാനുണ്ട്. ഇപ്പോൾ ഇവനങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ ഇവന് കിട്ടുന്ന പൈസ അളിയൻ എടുക്കാം എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് അളിയൻ ഇവനെ വിളിച്ചുകൊണ്ട് പെണ്ണ് കാണിക്കാൻ പോകുമ്പോൾ അച്ഛനോട് ചോദിക്കാതെ പോയി എന്നൊരു നിസ്സാര കാര്യം പറഞ്ഞ് അങ്ങ് സംസാരമായി ബഹളമായി. അതിൻ്റെ പേരിൽ ഇവരങ്ങ് അടിയായി. ഇവർ അവിടെ തൊട്ട് ക്ലാഷ് തുടങ്ങുകയാണ് ഇവർക്കിടയിൽ. അതിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഇനി അതായത് അച്ഛൻ്റെ കൂട്ടുകാർ കല്യാണം മുടക്കാൻ, മോൻ്റെ കൂട്ടുകാർ കല്യാണം നടത്താൻ, ഇതാണ് പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെയിം സാധനമായിരുന്നു അതിൻ്റെ, അതായത് ഒരു ബേസ് പ്ലോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മുടെ നടന്ന കാര്യങ്ങൾ, അമ്പലത്തിലെ അടി ബഹളങ്ങൾ. അപ്പോൾ ഇത് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ആ ഉത്സവം, അമ്പലത്തിൽ കല്യാണം, അമ്പലത്തിലെ അടി തന്നെയാണ്. ഭയങ്കര രസമുള്ളൊരു അടിയൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ, പക്ഷേ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. കഥകൾ എല്ലാവരുടെ മനസ്സിലും ഒരേപോലെ ഒരേ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരേപോലെ നടക്കാം. അപ്പോഴാണ് രണ്ടാമത് ഒരു പരിപാടി, അതായത് ഞാൻ പിന്നെ ചിന്തിച്ചു, ഒരു തിയേറ്ററിക്കൽ പരിപാടി കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിന് കുട്ടികൾക്കും ഇഷ്ടപ്പെടണം, അതേസമയം തന്നെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളുടെ ഒരു എൻട്രി ഉണ്ടാവണം. അപ്പോഴാണ് എനിക്ക് ജോണി വാക്കർ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോർമാറ്റാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതായത് ക്യാമ്പസിലേക്ക് അപ്രതീക്ഷിതമായി വരുന്ന ഒരാളുടെ ഒരു പരിപാടി, അയാളും ഈ കുട്ടികളും അങ്ങനെ പോകുന്ന രസമുള്ള അവരുടെ ഒരു തെങ്കാശി യാത്രയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു രസമുള്ള പരിപാടി. അപ്പോൾ അതിങ്ങനെ മനസ്സിലുണ്ട്, പക്ഷേ അതിനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ഫൈനൽ സ്ട്രക്ചർ ആക്കിയാൽ ഈ ഒരു തോട്ടിലുള്ളൊരു സാധനത്തെ എനിക്കൊന്ന് രസമുള്ളൊരു പരിപാടിയായിട്ട് പിടിക്കണമെന്നൊരു സാധനമുണ്ട്. ഇപ്പം നമ്മൾ ഈ ഇടയ്ക്ക് നടന്ന ഒരു ചർച്ചയാണ് മലയാള സിനിമകളിൽ നായികമാരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. പല സിനിമകളും ഇവിടെ വിജയിക്കപ്പെടുന്ന പല സിനിമകളിലും നായിക കഥാപാത്രം അത്ര പ്രസക്തമല്ല, അല്ലെങ്കിൽ നായിക ഇല്ലാത്ത സിനിമകൾ വരുന്നു എന്നുള്ളത്. അതേ സമയത്ത് തന്നെയാണ് ക്യാൻസിലേക്ക് നമ്മുടെ മലയാളികളായ ദിവ്യപ്രഭയും കനികുസൃതിയും ഒക്കെ ചെന്ന് കയറുന്നത്. അപ്പം ഇത് എത്രത്തോളം ഒരു മാറ്റം ഇപ്പോഴത്തെ ഒരു കറഞ്ഞ ട്രെൻഡ് കൊണ്ടുവരാൻ പറ്റും? അതേസമയം തന്നെ നമുക്ക് ഹീറോയിൻ ഓറിയൻറ്റഡ് ചിത്രങ്ങളും ഇറങ്ങുന്നുണ്ട്. മലയാളി എന്ന നിലയിൽ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് അൾട്ടിമേറ്റ്ലി ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. കല എന്നതൊക്കെ പോയി, അതൊക്കെ വെറുതെ പറയാം എന്നുള്ളതേ ഉള്ളൂ. കലാകാരന്മാരൊന്നും അല്ല വിളിക്കേണ്ടത്, കച്ചവടക്കാരെന്നാണ് ഇപ്പോഴത്തെ സിനിമ എടുക്കുന്നവരെ വിളിക്കേണ്ടത്. കച്ചവടമാണ്, പ്യുവർ കച്ചവടമാണ്. കാരണം ഈവൻ ക്രിയേറ്റിവിറ്റിയിലും കച്ചവടം സാധ്യതകളെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. ഇപ്പം ഒരു ബോധപൂർവം വിറ്റ് പോകണമെന്ന ഉദ്ദേശത്തിൽ, റീൽസുകളായി മാറണമെന്ന ഉദ്ദേശത്തിൽ സൃഷ്ടിക്കുന്ന കോണ്ടൻറ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? കലയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ, കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കച്ചവടക്കാരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടാത്തതിനെ അവർ കട്ട് ചെയ്യും. ഇപ്പം എൻ്റെ സിനിമയിൽ നായിക സ്ത്രീകളൊന്നും അധികം ഇല്ലായിരുന്നു. ഒരു പക്ഷേ ഞാൻ ഇനി ചിന്തിക്കുന്ന കഥകൾ ഉണ്ടാവണമെന്നില്ല. കാരണം ഞാൻ കണ്ട കാഴ്ചകളിൽ സ്ത്രീകളുടെ എണ്ണം കുറവായതുകൊണ്ട്, അറിയാതാണെന്നുണ്ടെങ്കിലും അങ്ങനെ കുറയാം. അതായത് നമ്മളുടെ കാഴ്ചകളിൽ കുറഞ്ഞതുകൊണ്ട്, നമ്മുടെ സാഹചര്യങ്ങളിൽ കുറവായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ഇത് വരത്തില്ല. അതേസമയം അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീ കഥാപാത്രങ്ങളില്ലാത്ത തിരക്കഥകൾ ചിന്തിക്കാനായിട്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബോധപൂർവ്വം ഒന്നും ഇല്ലല്ലോ, എപ്പോഴും സ്ത്രീകൾ ഉണ്ടാവണമല്ലോ. സ്ത്രീകൾ
സ്ത്രീ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ മലയാള സിനിമയുടെ കച്ചവടത്തിൻ്റെ ഒരു ഫോർമാറ്റിൽ തന്നെ പെടുന്ന ഒരു സംഭവമാണ്. കാരണം അവർക്ക് ഇപ്പം മനോഹരമായ പ്രണയ രംഗങ്ങൾ വേണം, പാട്ടുകൾ വേണം, ഇവർക്ക് പിന്നെ സ്ത്രീ സമൂഹത്തെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള അവരുടെ പക്ഷത്ത് നിന്ന് ഇപ്പം പ്രേമലു എന്ന് പറയുന്ന പടത്തിൽ യഥാർത്ഥത്തിൽ നായകനെ പോലെ തന്നെ കരുത്തയാണ് നായികയും. അപ്പം ആ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ആ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പം മഞ്ഞുവേൽ ബോയ്സ് അല്ലെങ്കിൽ അന്വേഷിപ്പിൻ കണ്ടെത്തും, മറ്റേ കണ്ണൂർ സ്ക്വാഡ്, ഓസിലറിലും അധികം പ്രാധാന്യമില്ലെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ പൊതുവേ ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറായിരുന്നു. ശരിക്കും ഇപ്പം അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ വിവാദങ്ങളൊക്കെ ഇപ്പം നടക്കുകയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഒരു ഷോ ഒരു സാഡിസമാണ് അല്ലെങ്കിൽ സാഡിസ്റ്റിക് ഷോ ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിലെ മത്സരാർത്ഥികളുടെ മാനസികാവസ്ഥ ഏതായിരിക്കും? കാര്യം സ്വന്തം കാര്യം മാത്രമാണല്ലോ ലക്ഷ്യം. മറ്റുള്ളവൻ്റെ വേദനയിൽ സ്വന്തം നേട്ടം, ഇതിന് തന്നെയാണ് കൂടുതലും പലരും ഫോക്കസ് ചെയ്യുന്നത്. ഇതിങ്ങനെ അല്ലാതാക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഇപ്പം ഞാനും ശ്രീചേട്ടനും പിന്നെ നമ്മുടെ സീസണിൽ അങ്ങനെ വലിയ ഒരു അതായത് അത്രയും ആ രീതിയിൽ ചിന്തിച്ചുള്ളൂ. പിന്നെ ഓഡിയൻസിന് അത് മനുഷ്യർ, അത് ബിഗ് ബോസ് എന്നുള്ളതല്ലല്ലോ, ബേസിക് മനുഷ്യൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അപ്പുറത്തും ഇപ്പുറത്ത് നടക്കുന്ന വഴക്കുകളെ എൻജോയ് ചെയ്യും. ഇപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ കുടുംബത്തിൽ 2 പേർ സന്തോഷത്തോടും സമാധാനത്തോടും കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാർത്തയുമല്ല, നമ്മളൊട്ട് മൈൻഡ് പോലും ചെയ്യാനും പോകുന്നില്ല. അവരടി ഉണ്ടാക്കുമ്പോഴേ നമ്മൾ അതിലോട്ട് എത്തി നോക്കത്തുള്ളൂ. അതുപോലെ മാധ്യമങ്ങൾക്ക് വാർത്ത എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരാൾ റോഡിലൂടെ മര്യാദയ്ക്ക് നടന്നു പോയാൽ അത് വാർത്തയല്ലല്ലോ. അയാൾ റോഡിലൂടെ കുടിച്ച് കൂത്താടി നാട്ടുകാരെ തെറി വിളിച്ച് പോകുമ്പോഴാണെന്നുള്ളത് വാർത്തയാവുന്നേ മാറുന്നത്. ആ ഒരു കാഴ്ചപ്പാടിനെ എങ്ങനെ മനോഹരമായി കച്ചവടവൽക്കരിക്കാം എന്നുള്ള അതും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ. ഇവരുടെ ഈ പ്ലാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബിഗ് ബോസിൻ്റെ കൺസെപ്റ്റ് ഗംഭീരമാണ്. സമൂഹത്തിൻ്റെ വ്യക്തമായ ഒരു റിഫ്ലക്ഷനാണ് അവർ ബിഗ് ബോസിലൂടെ ഉദ്ദേശിക്കുന്നത്. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയുന്നത് ബിഗ് ബോസ് ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ കണ്ണാടിയാക്കി മാറ്റിയെടുക്കാൻ പറ്റും ഈ ഷോ കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തിയാൽ. പക്ഷേ അത് മലയാളത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം സാധിക്കുന്നുണ്ട്? അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ മത്സരാർത്ഥികൾക്ക് പലപ്പോഴും അവരല്ലാതെ പെരുമാറുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. ഇവർക്ക് ഇന്നത് ചെയ്താൽ ഇന്ന രീതിയിൽ പുറത്ത് സോഷ്യൽ മീഡിയയിൽ വർക്കാവും, അതുകൊണ്ട് ഇപ്പോൾ ഇന്നത് കാണിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാൻ ഈ ഓരോരുത്തർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ പുറത്ത് എന്ത് ആൾക്കാർ വിചാരിക്കും എന്ന് കരുതി മിണ്ടാതിരിക്കും. അതൊക്കെ ഇവരെ സംബന്ധിച്ച് ആ ഷോയുടെ ക്വാളിറ്റിയെ ഇല്ലാതാക്കും. ഞാൻ പറഞ്ഞത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഷോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു സമൂഹത്തിൻ്റെ പ്രതിഫലനമാകണം. ഇത് കാണുന്ന ഓരോ ആൾക്കാർക്കും തോന്നണം എന്താണ് സമൂഹം സ്വീകരിക്കുന്നത്, എന്താണ് സമൂഹം തള്ളിക്കളയുന്നത്, ആരെയാണ് സമൂഹം വിജയിപ്പിക്കുന്നത്, ആരെയാണ് സമൂഹം തിരസ്കരിക്കുന്നത്. അപ്പം കാണുന്ന ആൾക്കാർക്ക് ഇപ്പം പക്ഷെ അതിന് ഓരോരോ കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വെറുപ്പോടുകൂടി ഓരോ എവിക്ഷനും നടന്നൊരു സീസൺ ഉണ്ടായിട്ടില്ല. അതായത് ഫസ്റ്റ് എവിക്റ്റായ രതീഷിന് പോലും ഭയങ്കര നെഗറ്റീവ് കമൻസാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ തൊട്ട് ഏകദേശം നല്ല മത്സരാർത്ഥി ആയിരുന്നിട്ട് കൂടിയും 91ാമത്തെ ദിവസം എവിക്റ്റായി പോകുന്ന സിജോയ്ക്ക് പോലും ഇത്തരം നെഗറ്റീവ് കമൻസുകളിലൂടെയാണ്, അതായത് നെഗറ്റിവിറ്റിയിലൂടെയാണ് ഓരോരുത്തരും എവിക്റ്റ് ആവുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ പലരും എവിക്റ്റായി പോയിട്ടുണ്ട്. അവർക്ക് ഒരു പക്ഷേ മുന്നോട്ട് പോകാനുള്ള കഴിവില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ പ്രേക്ഷകർ ആഗ്രഹിച്ച കോണ്ടൻറ്റ് കൊടുക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവർ അകത്ത് പെർഫോം ചെയ്ത മികച്ച കണ്ടൻറ്റുകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താത്തത് കൊണ്ടോ, പലവിധ കാരണങ്ങളാലാണ് അവർ പുറത്തായത്. അല്ലാതെ അവരെല്ലാം പുറത്തിറങ്ങിയാൽ ആരുടെ പോയി നിന്നാലും അവർക്ക് ഇതില്ല, നെഗറ്റീവ്, അതായത് ഒരു ഭയങ്കരമായ നെഗറ്റിവിറ്റിയിൽ നിന്നല്ല അവർ ഇറങ്ങിയത്. അപ്പം ഭയങ്കരമായ ഒരു നെഗറ്റിവിറ്റി ഓരോ മത്സരാർത്ഥികളും ഉണ്ടാക്കിയ സമയത്ത് ഒറ്റപ്പെട്ടു പോയവൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി പ്രേക്ഷകർ ഒരു തീരുമാനമെടുക്കുകയാണ്. അതായത് അത് നമുക്ക് പഠിച്ചുകൂടേത്. അതായത് എന്നെ ഒരുപാട് ആൾക്കാർ ചേർന്ന് ഒറ്റപ്പെടുത്തിയാൽ ദൈവം എൻ്റെ കൂടെ നിൽക്കും. അത് ദൈവം ആരാ? പ്രേക്ഷകരാണല്ലോ. എനിക്ക് കുറേ ആൾക്കാർ ചുറ്റിൽ നിന്നിട്ട് അനാവശ്യമായിട്ട് നമ്മളെ കടന്നാക്രമിക്കുന്ന സമയത്ത്, നമ്മൾ വേദനിക്കുന്ന സമയത്ത്, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയത്ത് ദൈവം ഉണ്ടാകുമെന്നൊരു തോന്നൽ ആണ് ജിൻഡോയുടെ വിജയം. അപ്പം ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് സ്ട്രാറ്റജി ആക്കി എടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ സീസണിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടൊന്നും ജയിച്ചതെന്നുമായിട്ട് എനിക്കൊരിക്കലും തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് കുറേ ആൾക്കാരോട് ഒരു ദേഷ്യം തോന്നി, ആരെയും ഇഷ്ടപ്പെടാൻ ജനത്തിന് തോന്നാതിരിക്കുമ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടല്ലേ ഇവർക്ക് പറ്റൂ. അതിൽ കൊള്ളാമെന്ന് തോന്നിയൊരു നല്ലൊരു ഗെയിമറായിട്ട് അവർ ജിൻഡോയെ സ്വീകരിച്ചു. ഈ ബിഗ് ബോസിലേക്ക് നമ്മളിപ്പം ഭയങ്കര പുറത്ത് അതിഭയങ്കരമായി പ്രതികരിക്കുന്ന ആൾക്കാർ കണ്ടസ്റ്റൻ്റായിട്ട് വരുന്നു, അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന എത്രയോ ആൾക്കാർ ഇതിൽ ഒരു പക്ഷേ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള കണ്ടന്റ് തരാൻ പ്രാപ്തിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ പലപ്പോഴും നമുക്ക് അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവർ കോണ്ടന്റ് തരുന്നില്ല, അല്ലെങ്കിൽ ഇവർ ഗെയിം കളിക്കുന്നില്ല. അപ്പം ശരിക്കും ഈ കോണ്ടസ്റ്റൻറ്റിനെ എടുക്കുന്ന കാര്യത്തിൽ ഇതൊരു ഓഡിഷനിലേക്ക് പോയാൽ കുറച്ചും കൂടെ നല്ലതായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഓഡിഷനാണത് അല്ല, ഒരു പബ്ലിക് ഓഡിഷൻ എന്നുള്ള രീതിയിലേക്ക് പ്രാക്ടിക്കലി അത് പോസിബിൾ ആവില്ല. ഒന്നാമത്തെ കാര്യം ഈ ഒരാളുടെ ഒരു കോൺഫിഡൻസ് ആണ് ഇവർ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്.
അതായത് ഒന്ന് ഇമേജ് കോൺഷ്യസ് ഇല്ലാതിരിക്കുക, എന്തും ആരോടും തുറന്നു പറയാനുള്ള ധൈര്യമുള്ള ഒരാളായിരിക്കുക, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവരാകുക, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നൊക്കെ. അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന പല ധീരന്മാരും ഇവരുടെ യൂട്യൂബിലുള്ള പ്രവൃത്തികൾ മറ്റും കണ്ടിട്ടും ഇവരെ ഓഡിഷനിലേക്ക് വിളിക്കുകയും അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഇവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്താ റിയാലിറ്റി എന്ന് വെച്ചാൽ ഇവരെല്ലാം പൊട്ടക്കിണറ്റിലെ തവളകളാണ്. ഈ യൂട്യൂബിൽ വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നവൻ 100% പൊട്ടക്കിണറ്റിലൊരു തവളയെ പോലെയാണ് പെരുമാറുന്നത്. പഠിച്ച് സംസാരിക്കുന്നവരുമുണ്ട്, ഇനി നമ്മളത് പറയുമ്പോൾ ജനറലൈസ് ചെയ്യേണ്ട അറിവും ബോധമുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ പലപ്പോഴും ഈ പൊട്ടക്കിണറ്റിലെ തവളകൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവർ കടൽ കണ്ടിട്ടില്ല, അവർ കുളം കണ്ടിട്ടില്ല. അപ്പം അന്തിച്ചു പോവും. കുളം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഇതെന്തോന്ന് ഇത്രയും വെള്ളം. പിന്നെ അപ്പോഴാണ് ഇവൻ നടന്ന കടലെന്നൊരു സാധനം ഉണ്ടെന്ന്, അല്ലെങ്കിൽ ആറെന്നൊരു സാധനം ഉണ്ടെന്ന്. അപ്പോഴത്തേക്ക് ഇവനും മൊത്തത്തിൽ പ്രാന്തായി പോവും. കണ്ണാടിയുടെ മുന്നിൽ നിന്നൊരു സിംഹത്തിൻ്റെ പടത്തെ നോക്കി കുറുക്കന് വെല്ലുവിളിക്കാം. ഒരു കുഴപ്പമില്ല, ഫോട്ടോയിലിരിക്കുന്ന സിംഹം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ കുറുക്കൻ എന്തും കാണിക്കാം. ഇറങ്ങി വാടാ റാസ്കൽ ബ്ലഡി ഫൂൾ, മറ്റേതാ മറിച്ചാൽ നിന്നെ വെട്ടും കുത്തും. ഇത് ഒരുത്തുനിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ കുറുക്കൻ്റെ ധൈര്യം സമ്മതിച്ചു കൊടുത്തേക്കുന്നത്. സിംഹത്തെ കാര്യം പടത്തിയിരിക്കുന്ന സിംഹത്തെ നോക്കിയാൽ വെല്ലുവിളിക്കുന്നത്. ഇവ സിംഹത്തെ കണ്ടാൽ മുള്ളി തൂറി ആ പരിസരത്ത് പോലും പോകാതെ ഓടും. ഇതൊക്കെയാണ് ഈ പറഞ്ഞ യൂട്യൂബിലെ വീരവാദികൾക്ക് റിയാലിറ്റിയിൽ എത്തുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം സിബിനെ സംബന്ധിച്ചുള്ള കോൺട്രവേഴ്സീസ് ഉണ്ട്. ഇപ്പം കൂടെ നിന്ന ഷോ താങ്കൾ ടൈറ്റിൽ വിന്നറാണ് അതിലേക്ക്. അപ്പം ഈ ഒരു ഇതിലെ ബിഗ് ബോസിനെ അല്ല തള്ളി പറഞ്ഞത്, ആ ഗെയിമിനല്ല, പക്ഷെ ഉള്ള ചില ആൾക്കാരാണ് താങ്കൾ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്. പക്ഷേ അതിനോടൊപ്പം ഒരു പക്ഷേ അഖിലിൻ്റെ കൂടെ ഗെയിം കളിച്ചവർ പോലും കൂടെ നിന്നില്ല എന്നുള്ള ഒരു കാര്യം. എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേര്. കാര്യം അതിന് കാരണം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചപ്പം എനിക്ക് പെട്ടെന്നൊരു ഓഡിയൻസിൻ്റെ ഭയങ്കര ഒരു അറ്റൻഷൻ കിട്ടി, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടി. അപ്പോൾ ഇവർക്ക് അത് ദഹിക്കത്തില്ല. അതായിരുന്നു ഇവരുടെ ആദ്യത്തെ പ്രശ്നം. സീസൺ 6 ഇവനാരാണ്, ഇവൻ എന്തോ വലിയ രാജാവ് കളിക്കാൻ നോക്കുന്നുണ്ടോ എന്നാൽ അവനെതിരെ 2 പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഇതായിരുന്നു ഇവരുടെ ഒരു ബേസിക് പ്രശ്നം. അപ്പോൾ അത് ഈ മത്സരാർത്ഥികളുടെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കണ്ടുകൂടാതെ വരുന്ന ഷോ അല്ലേ. ഇതിനകത്ത് വരുന്ന ആർക്കെങ്കിലും ആരോടും യഥാർത്ഥത്തിൽ വല്ല സ്നേഹമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം തമ്മിലടിപ്പിച്ച് മറ്റൊരാളെ പുറത്താക്കി തോൽപ്പിച്ച് എങ്ങനെങ്കിലും എന്തെങ്കിലും ഉള്ള 50 ലക്ഷം കപ്പും കിട്ടാൻ വേണ്ടി നടക്കുന്നവരാണ് ഇവരൊക്കെ തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ മനസ്സിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സ്വീകരിക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് പ്രതികരിച്ചു. പിന്നെ വേറെ കുറച്ച് പേര് പറഞ്ഞു ഇപ്പോൾ അതെന്താ അർത്ഥത്തിൽ എന്തുവാ ബിഗ് ബോസിൻ്റെ കപ്പും 50 ലക്ഷം മേടിച്ചിട്ട് ബിഗ് ബോസിന് ഇതിനെപ്പറ്റി കുറ്റം പറയാനാണല്ലേ എന്ന്. അപ്പോൾ അത്തരം ഊളകളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അവർ വർക്ക് ചെയ്യുന്ന മേഖലയിൽ അല്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു മേഖലയിൽ അതിൻ്റെ മുതലാളി ഒരു പർട്ടിക്കുലർ തെമ്മാടിത്തരം കാണിച്ചതായിട്ട് നിങ്ങൾ അറിയുന്നു, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആ സ്ഥാപനത്തിന് മോശം ഉണ്ടാകുന്നു എന്നറിയുന്നു. കാശും പേടിച്ച് മുതലാളിക്ക് വേണ്ടിയിട്ട് കാല് നക്കി കൊടുത്ത് നടക്കുന്നവന്മാർക്ക് ഞാൻ കാണിച്ചത് തെറ്റാണെന്ന് ധൈര്യമായിട്ട് പറയാം. ആത്മാഭിമാനവും ആത്മബോധമുള്ള ഒരാളെ സംബന്ധിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമായിക്കോട്ടെ, നമുക്ക് വരുമാനം തന്നെ ആയിക്കോട്ടെ, അതിന് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ആ വിഷയത്തിലൂടെ മറ്റൊരാൾ വേദനിക്കപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യണം. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിനോട് നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാം തരുന്നുണ്ട്. നാളെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നു, മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്നു, സ്നേഹത്തോടുകൂടി തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനിലൂടെ ഒരാൾക്ക് വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊരു മാധ്യമപ്രവർത്തകയാണ്, അത് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് അതെന്തൊരു തെമ്മാടിത്തരോ നീ കാണിച്ചത്, നിനക്ക് അത്രയും നാളും ജോലി തന്ന ഒരു സ്ഥാപനത്തിൻ്റെ ആൾക്കാരത്ത് പിന്നെ ഈ ലോകത്ത് രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും എതിർത്ത് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു തെറ്റ് ചെയ്യുന്നു, അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവർ പറയുന്നത് എന്തുവാ, നീ നിൻ്റെ സ്വന്തം. അപ്പം നിങ്ങൾ മിണ്ടരുത്. രാഷ്ട്രീയത്തിൽ നീ എവിടെ നിൽക്കുന്നോ ആ നിൽക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നിനക്ക് ആരന്നം തരുന്നോ ആ തരുന്ന ആൾക്കാരോട് അവരെന്ത് തെമ്മാടിത്തരം കാണിച്ചാലും. അപ്പോൾ ഈ സമൂഹം എന്താണ് ആൾക്കാരെ പഠിപ്പിക്കാൻ പോകുന്നത്? ഞാനൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം എന്നതുപോലെയാണ് നമ്മളിത് പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ ഏറ്റവും ഇഷ്ടക്കാരനായിട്ട് തുടരാം. വിന്നറായ അഖിൽമാരാർക്ക് എന്ത് കാര്യത്തിനാണിത് പറയേണ്ടത്? ഇപ്പം പുറത്താക്കപ്പെടുന്ന സിബിനിത് പറയാം, കാര്യം പുറത്താക്കപ്പെട്ടവൻ്റെ ദേഷ്യമാണെന്നും ഷോയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ വിരോധത്തിലാണ് അയാളത് പറയുന്നതെന്ന് പറയാം. ഇന്നലകളിൽ പുറത്തായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഷോയെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഷോയ്ക്കെതിരെ അവർക്ക് എന്തോ കിട്ടാതെ പോയി അവരെ പുറത്താക്കിയതിൻ്റെ ദേഷ്യം കൊണ്ടാണ്. പക്ഷേ ഇപ്പം വിജയിച്ച ഞാൻ പറയുമ്പോൾ എന്തിനാണ് ഞാൻ ഇത് പറയണം? എനിക്ക് എന്ത് ആവശ്യമാണ് ഇതിൻ്റെ? ഇപ്പം നമ്മൾ വളരെ വിരളമായിട്ട് 1-2 പേരാണ് നമ്മൾ മികച്ച
ടൈറ്റിൽ വിന്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു മികച്ച ഗെയിമർ എന്ന് നമ്മൾ പറഞ്ഞ ടൈറ്റിൽ വിന്നർ ഇപ്പം ഈ അടുത്തിടയ്ക്ക് പറയാണ്, സിബിൻ ഓരോ ദിവസം ഓരോ കഥകൾ ഉണ്ടാക്കുകയാണ്, അവൻ ഉടായ്പാണെന്ന് പറയുന്നത്. അപ്പം ഈ ഉടായ്പിനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഈ ഒരു കഥ, അല്ലെങ്കിൽ അവർ ആരോപിക്കപ്പെടുന്ന ഈ കഥയെ, അത് അഖിൽ മാരാരും അവരോടൊപ്പം നിൽക്കുമ്പോൾ അഖിൽ മാരാറിനും ആ ഒരു ഇമേജിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ അത് സത്യമാണ് എന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണോ താങ്കൾ ഈ ഫൈറ്റ്? അതായത് ഓരോ ദിവസവും ഓരോ കഥ ഉണ്ടാക്കുന്നു എന്ന് തന്നെ വെച്ചോളൂ. ചെന്നൈയിൽ ഒരു പോലീസ് ഓഫീസർ, പരമകീർത്തി എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടർ, ഈ വിഷയം മനസ്സിലാക്കി ഈ വിഷയത്തിനെ ശക്തമായിട്ട് അനുകൂലിച്ച് നിൽക്കത്തക്ക ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചിട്ട് ചാനലിൽ വന്നിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന വിന്നറായാലും കണ്ടസ്റ്റൻ്റ് ആയാലും ആദ്യം മനസ്സിലാക്കണം. ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിക്ക് നേരിട്ട അനീതി വ്യക്തമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടത്. കേസ്, അതായത് ആ പോലീസ് ഓഫീസർ കേസെടുത്തത് സ്വാധീനത്തിന് അയാൾ വഴങ്ങിയിട്ടില്ല. അവിടെ സ്വാധീനം പോവാഞ്ഞിട്ടല്ല, ഡയറക്റ്റ് ഇവരെ വിളിച്ചു, ഓരോരുത്തരെയും വിളിപ്പിച്ചു, മൊഴിയെടുക്കാൻ വേണ്ടിയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇത് അയാളെടുത്തത് ഇതേ കണക്ക് മാനിപ്പുലേറ്റഡ് കഥ കേട്ടിട്ടാണോ സത്യം മനസ്സിലാക്കാതെയാണോ എന്നുള്ളത് ഈ പറഞ്ഞ ആൾക്കാർ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പിന്നെ ഇവർ തന്നെ, അതായത് ഞാൻ പറഞ്ഞ ഇപ്പം സാബുമോൻ തന്നെ ബിഗ് ബോസിൽ ആൾക്കാരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് ആറികളെ തെണ്ടികളെ എന്ന് വിളിച്ചിട്ടേക്കുന്ന വീഡിയോസ് നേരത്തെ വന്നിട്ടുണ്ട്. എന്നോട് അദ്ദേഹം ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഇവരുടെ മര്യാദകേടുകളെ കുറിച്ചിട്ട് വളരെ പച്ചയായ ഒരു നാടൻ ഭാഷയിൽ തെറി ഉൾപ്പെടെ ചേർത്ത് വിളിച്ചതും എൻ്റെ ചെവിയിൽ കിടപ്പുണ്ട്. സിബിനോട് അദ്ദേഹം പറഞ്ഞത് കിടപ്പുണ്ട്. പിന്നീട് ഷോയുടെ ആൾക്കാർ വിളിച്ച് ഷോയിൽ എനിക്ക് ഞാൻ അറിഞ്ഞത് നല്ല പൈസ കൊടുത്ത് പെർ ഡേയിൽ നല്ല ശമ്പളം കൊടുത്ത് അദ്ദേഹത്തെ അകത്തേക്ക് വിളിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം, അദ്ദേഹവും ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ FIRൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരാളും തമ്മിൽ ചെയ്യാൻ പോകുന്നൊരു ബിസിനസ്സിനെ കുറിച്ചിട്ടും എനിക്കറിയാം. അവരൊരുമിച്ചൊരു പുതിയൊരു പരിപാടി ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫേവറിസം അവർക്ക് കാണിക്കേണ്ടി വരുന്നത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, ഒരു അഖിൽമ. പക്ഷെ ഞാൻ എല്ലാവരുടെ പറയുന്നൊരു കാര്യം, നിങ്ങളാരും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടെന്നേ. എവിടെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരുവൻ അവൻ നീതിക്ക് വേണ്ടിയിട്ട് പോരാടാൻ നടക്കുമ്പോൾ നിങ്ങൾ ഒരു പിന്തുണയും കൊടുക്കണ്ട. എന്തിന് നിങ്ങൾ തള്ളിപ്പറയണം? നിങ്ങൾ തള്ളിപ്പറയണം? നിങ്ങൾ അവനെ ആക്ഷേപിക്കേണ്ടത് എന്തിനാണ്? നിങ്ങൾക്ക് താല്പര്യമില്ലയോ? നിങ്ങൾ കൊടുക്കണ്ട, ഇഷ്ടമുള്ളവൻ കൊടുത്താൽ മതി. നിങ്ങളുടെ ഇഷ്ടമുള്ള മത്സരാർത്ഥികളൊക്കെ ഹൗസിനകത്തുണ്ട്. അവർക്ക് ജനങ്ങളുടെ വിധി പ്രകാരം ഓരോരോ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. ഇപ്പുറത്തൊരുത്തനെ അവർ പുറത്താക്കി, അവൻ്റെ ഭാഗത്ത് നീതിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുകൂലിക്കേണ്ടതേ, പക്ഷെ നിങ്ങൾ ആക്ഷേപിക്കാതിരുന്നൂടെ? ഇപ്പം എന്താ ഇതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്? ഇപ്പം സീസൺ 6 കഴിഞ്ഞു, അപ്പം 7 എന്തായാലും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്. അപ്പോൾ അതിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചൊക്കെ വരാം. അതായത് ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്, എപ്പോഴും അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള പ്ലാനുകളും അജണ്ടകളും ഇതൊക്കെ ഉണ്ടാകും. അത് മനുഷ്യാവകാശ ലംഘനമാവാതിരുന്നാൽ മാത്രം മതി. ഇപ്പം ഞാൻ ഒരിക്കലും പറയുന്നില്ല ഷോ എങ്ങനെ പോകണമെന്ന് ജനങ്ങൾ പറയുന്നത് കണക്ക് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഷോ എങ്ങനെ പോകണമെന്നും അതിലാര് വിജയിക്കണമെന്നും നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. അതിനകത്തൊരു മത്സരാർത്ഥിയുടെ മിടുക്കായിരിക്കും നിങ്ങളുടെ തീരുമാനങ്ങളെ അതിജീവിച്ച് വിജയിയാവാൻ ശ്രമിക്കുക എന്നുള്ളത്. അതിജീവനത്തിൻ്റെ ഷോ കൂടിയാണിത്. അവർ പണം മുടക്കി ഉണ്ടാക്കുന്ന ഷോ എങ്ങനെ വരണമെന്ന് ഞാനാണ് ഇവിടെ തീരുമാനിക്കേണ്ടത്, വേറൊരാളോ അല്ല, അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ പേരിൽ ഒന്നാമത് ഇവർ മറ്റൊരാളുടെ ജീവിതം വിറ്റ് തിന്ന് ജീവിക്കുന്നവരാണ്, അല്ലേ? ഇപ്പം ജാസ്മിൻ്റെ കാര്യം എടുത്താൽ ആ കുട്ടിക്കെതിരെ ചെയ്യാൻ പറ്റുന്ന നെഗറ്റീവുകൾ മുഴുവൻ ഇവർ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് ആ കുട്ടിയെ അതിൻ്റെ ജീവിതം എന്താകുമെന്നോ അതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. കഴുകന്മാരെ പോലെ ശവം കൊത്തി വലിക്കുന്ന രീതിയിൽ ഇതെല്ലാം അവർ ചെയ്യും. ഞാൻ കുറ്റം പറയത്തില്ല, കാരണം ഈ ഷോയിലേക്ക് പോകുന്ന എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്, ഇല്ലേ? ഞാനിതിനകത്തേക്ക് കയറി പോകുന്നത് എനിക്കറിയാം. ചിലപ്പം കയറിപ്പോയി കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ ഞാൻ ചിലപ്പോൾ കിടന്ന് നാറും. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടാണല്ലോ, നമ്മൾ വിജയിച്ചതുകൊണ്ടാണല്ലോ ഇപ്പം അതിന് ഉൾട്ട സംഭവിച്ചത്. തിരിച്ചായിരുന്നെങ്കിൽ സമൂഹത്തിൽ മുഴുവൻ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരാളായിട്ടും എനിക്ക് ഇറങ്ങാനുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ചെന്ന് കയറി പോകുന്നത്. ഇത് മുൻകൂട്ടി പോകുമ്പോഴേ എനിക്കറിയാം ഞാൻ അവരെ പറ്റി കുറ്റം പറയാം, അവരങ്ങനെ കാണിച്ചു ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഒരു ഷോയിൽ, അതായത് ഓൾറെഡി ഇത് തന്നെയാണ് ചെയ്യുന്നത്, അതിനും മുകളിൽ പിന്നൊരു മനുഷ്യാവകാശ ലംഘനം ചെയ്യരുത്. ചെയ്യാൻ പറ്റുന്ന മനുഷ്യാവകാശ ലംഘനമൊക്കെ ഷോയിലൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ചെയ്തോ, അറിഞ്ഞിട്ടാണ്. കാരണം ചെന്ന് സൈബർ ബുള്ളിങ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, അവനവൻ്റെ കയ്യിരിപ്പണക്കൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് പിന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കത്തക്ക രീതി ചെയ്യരുത്. ഇപ്പം എനിക്കിതിനകത്ത് സിബിനെ നിങ്ങൾ പുറത്താക്കി, എനിക്കെന്താ വേണം? സിബിൻ നല്ല മത്സരാർത്ഥി അല്ലെങ്കിൽ തന്നെ ലാലേട്ടൻ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പേടിച്ച് വരണ്ട് അല്ലെങ്കിൽ ഇറങ്ങിപ്പോണമെന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് ബിഗ് ബോസിൽ നല്ല മത്സരാർത്ഥിയാവുന്നത്? ഒരിക്കലും അല്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നതുമില്ല. പക്ഷേ അവനെ പുറത്താക്കുമ്പം അവന് ഭ്രാന്താണ്,
അവന് അതെന്തുകൊണ്ടാണ് അത് ഇവരുടെ അതായത് ഇവനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവനറിയാം. പുറത്ത് പറഞ്ഞാൽ അവനെ ഭ്രാന്താന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തെ ഏറ്റവും സിമ്പിൾ മാർഗ്ഗമല്ലേ. സത്യം പറയുന്നവന് ഭ്രാന്താന്ന് പറഞ്ഞാൽ സമൂഹം അവനെ വിശ്വസിക്കും. അതായിരുന്നു ഉദ്ദേശം. അപ്പോൾ എനിക്കത് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ബിഗ് ബോസിൽ പങ്കെടുത്ത ചില എക്സ് കണ്ടസ്റ്റൻസിൻ്റെ പേര് പറയാം. അവരെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് 1 വേർഡിൽ പറഞ്ഞാൽ മതി. സാബുമോൻ. ഞാൻ ഷോ കാണാത്തത് കൊണ്ട് എനിക്കറിയത്തില്ല. നല്ല മികച്ച മത്സരാർത്ഥിയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് എനിക്കിവരെയൊന്നും ഞാൻ ഇതിനകത്തൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഒരു ഷോയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഷോ അടിസ്ഥാനത്തിൽ ഇവരെ വിലയിരുത്താൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ ബാക്കിയെല്ലാം വ്യക്തിപരമായി പോകും. അപ്പം വ്യക്തിപരമായിട്ട് പറയാനൊന്നുമില്ല. നമുക്ക് എല്ലാവരുടെ അടുത്തും സ്നേഹമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. രജത്ത്. ഈ രജത്തേട്ടനിലൂടെയാണ് ഞാൻ ബിഗ് ബോസ് അറിയുന്നത്. അതായത് ഇദ്ദേഹം എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഒരു ക്രൗഡ് ഉണ്ടായി. ആ വാർത്ത കണ്ടപ്പോഴത്തേക്ക് എന്തടിസ്ഥാനത്തിലാണ് ഈ ആൾക്കാർ ഇവരെയൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്, ഇവരൊക്കെ എന്താണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. ആദ്യം ഒരു പുച്ഛവും, ജനങ്ങളോടൊരു പുച്ഛവും, ഇതെന്താണ് സംഭവം എന്ന് അറിയാം. അപ്പോൾ അങ്ങനെ നമ്മളെ ബിഗ് ബോസിലേക്ക് ശ്രദ്ധിപ്പിച്ച ആൾ രജത് കുമാറാണ്. റോബിൻ. ഞാൻ ബിഗ് ബോസിലേക്ക് പോകാൻ ഒരു നേരിട്ടോ അല്ലാതെയോ കാരണമാകുന്നത് ഒരു പക്ഷേ റോബിനായിരിക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ റോബിൻ എന്നെ ഞാനൊരു ചാനൽ ചർച്ചയിൽ പരാമർശിക്കുകയും അതിനെ തുടർന്ന് റോബിൻ്റെ ഫാൻസുകാരെല്ലാവരും കൂടെ വന്നിട്ട് അന്ന് നമ്മളെ തെറി വിളിക്കുകയും അവരുടെ തെറിവിളി കേട്ടപ്പോഴത്തേക്ക് ഒരു വാശി തോന്നുകയും എന്നാൽ പിന്നെ ഞാനും കാണിച്ചു തരാം, ബിഗ് ബോസിൽ ഇതൊക്കെ നമുക്കും പറ്റിയ പണി തന്നെയാണ്. അങ്ങനെയാണ് യാതൊരു തീരെ താല്പര്യമില്ലാതിരുന്നൊരു ഷോയിലേക്ക് പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കണക്ക് എന്നെ വാശി കയറ്റിയതാണ്. ഇത് പണ്ടേ എൻ്റെ ഒരു സുഖേടാണ്. എന്നെ കൊണ്ട് ഒരാൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞാൽ അത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് മാറി നിൽക്കുക എന്നുള്ള സ്വഭാവം എനിക്കുണ്ട് പണ്ടുകൊണ്ട്. അതെനിക്ക് അങ്ങനൊരു സ്പോർട്സ്മാൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം ഈ സിനിമ അതെ ഇപ്പം ഫസ്റ്റ് സിനിമ എടുത്ത് എന്തുകൊണ്ടാണ് ഒരു ഷോർട്ട് ഫിലിം പോലും എടുക്കാൻ നിനക്ക് അറിയത്തില്ല എന്ന് കളിയാക്കിയവരുടെ മുന്നിൽ ഒരു സിനിമ എടുക്കുക. അത് സൂപ്പർ ഹീറ്റ് സിനിമ എടുക്കുക എന്നുള്ളതല്ല. ഇപ്പം കുറേ ആൾക്കാർ കളിയാക്കുന്നുണ്ട്, ഇവനെ കൊണ്ട് സിനിമയൊന്നും എടുക്കാൻ പറ്റത്തില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ ഒരു ചെവികളൊക്കെ വേറെ ചെവികളും കളയും. കാര്യം ഇത്തരം വിഡ്ഢിത്തരങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം ഒന്നുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് കിടന്ന ഒരു അഖിൽ കോട്ടാത്തിലേക്ക് ഒരു സിനിമ എടുക്കാൻ പറ്റിയെങ്കിൽ ബിഗ് ബോസിൽ വിജയിച്ച് മലയാളികളുടെ ഇത്ര ഇഷ്ടവും ഒരുപാട് കോൺടാക്ട്സും അത്യാവശ്യം കയ്യിൽ പൈസയും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ എനിക്കൊരു സിനിമ എടുക്കാൻ ഒരുത്തനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് വിചാരിച്ചാൽ എനിക്ക് അടുത്ത ആഴ്ച പടം അനൗൺസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഞാൻ ചെയ്യുന്നില്ല. അതെപ്പോൾ വേണമെന്നുള്ളത് എൻ്റെ തീരുമാനത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചേക്കാണ്. ശോഭ. എൻ്റെ വിജയത്തിന് ഒരു അവകാശികളിൽ പെട്ട ഒരാളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് കണ്ടന്റുകൾ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ എല്ലാവരും വന്ന് എന്നെ അനുകൂലിച്ച് കഴിഞ്ഞാൽ മത്സരം ഇതിന് ഭംഗിയില്ലല്ലോ. നമ്മളെ എതിർക്കാൻ ആൾക്കാരുണ്ടാവണം. അങ്ങനെ എതിർത്തതിൽ ശോഭ, ജുനൈസ് ഇവരൊക്കെ തന്നെ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരല്പമെങ്കിലും. അതായത് ഇപ്പം നമ്മളെ എതിർക്കുന്നത് നല്ലതോ മോശമോ വിഷയത്തിൻ്റെ മെറിട്ടോ ഒന്നുമല്ല, പ്രേക്ഷകർക്കിടയിൽ നമ്മളെ എതിർക്കാൻ ഒരാളുണ്ടായിരുന്നു എന്നുള്ളത് വെച്ചിട്ട് നമ്മുടെ വിജയത്തിനകത്ത് അവർക്കൊക്കെ അവകാശമുണ്ട്. ഷിജു. ബിഗ് ബോസിനകത്ത് നമ്മളെ നിലനിർത്തിയതിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം. ഒരു പക്ഷേ ഷീചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത് പുറത്തേക്ക് എത്തിക്കാൻ ഉള്ളൊരു ഓപ്ഷൻ ഇത് ഞാൻ കൺഫ്യൂഷനായിപ്പോയി. കാര്യം എനിക്കൊരിക്കലും ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി എന്നിട്ട് ഒറ്റയ്ക്ക് ഐഡിയാസോ കാര്യങ്ങളോ പറയാൻ പറ്റില്ല. അപ്പം ഷീചേട്ടൻ്റെ തമ്മിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ വളരെ ആത്മാർത്ഥമായ രീതിയിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നമ്മുടെ ഒപ്പം കട്ടയ്ക്ക് നിന്ന ഒരാൾ ജാസ്മിൻ. ഈ സീസണിലെ ജാസ്മിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര സഹതാപം തോന്നുകയാണ്. ഭയങ്കര മികച്ച പൊട്ടൻഷ്യലുള്ള ഒരു പെൺകുട്ടി. ഒരു എന്താ പറയുക, ഒരു പക്ഷേ സീസണിലെ വിന്നറൊക്കെ ആയേക്കാൻ മറ്റാരേക്കാളും അർഹതയുള്ള ഒരു കുട്ടിയായിരുന്നു ജാസ്മിൻ. ഞാൻ ഷോ അധികം കാണാത്തത് കൊണ്ട് എനിക്ക് അധികം അറിയില്ലെങ്കിലും കുറേയൊക്കെ ഞാൻ ആ കുട്ടിക്ക് നേരിടുന്ന സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ അകത്ത് മറ്റുള്ളവർ, കാരണം ഇതിങ്ങനെ ഇത്തവണ ഈ ലോകത്തിന് കഥയറിയാതെ മറ്റേതിൻ്റെ ഗതി അറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് 10 ദിവസം തൊട്ട് ലോകത്ത് കിടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ അകത്തുള്ള ആൾക്കാരെ അറിയിച്ച് അങ്ങനെ ഇതൊരു സീരിയലായിരുന്നു. ഇത്തവണ ബിഗ് ബോസിനെ നമ്മളൊരു ബിഗ് ബോസ് ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ല, ഇത് പുറത്തുള്ള ആൾക്കാരെ എത്ര പേരിനകത്ത് കയറി ഇങ്ങനെ ഇൻഫർമേഷൻസ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ താൻ എത്രത്തോളം സൈബർ ബുള്ളിങ്ങിന് വിധേയമാകുന്നു എന്ന് അറിഞ്ഞിട്ടും ഭയങ്കര കോൺഫിഡൻറ്റോടുകൂടി അവിടെ പിടിച്ചു നിന്നൊരു മത്സരാർത്ഥിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്നത്. പുറത്ത് അവരുടെ ഞാൻ പറഞ്ഞ പെരുമാറ്റത്തിലുള്ള ശരി തെറ്റുകളോ വൈകൃതങ്ങളോ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിലുപരി മനസാന്നിധ്യത്തോടു കൂടി തനിക്ക് ചുറ്റിനും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി കരുത്ത് കാണിച്ച ഒരു പെൺകുട്ടിയാണ്. ബിഗ് ബോസിൽ തന്നെ ഒരുപക്ഷെ വന്നു പോയിട്ടുള്ളതിൽ ഒരു 23 വയസ്സുള്ള ഒരു ധീരയായ ഒരു കുട്ടി എന്നൊക്കെ നമുക്ക് പറയാം. അവളെ സമൂഹം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അതിപ്പം ഇതൊക്കെ മാറും. ഈ ഇഷ്ടവും വെറുപ്പും ഒക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതൊരു 6 മാസം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും കുറേയൊക്കെ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സീക്രട്ട് ഏജൻറ്റ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്തൻ. താളവടി, ഈ മറ്റേ വാക്കും പ്രവൃത്തിയും കുറേയെങ്കിലുമൊക്കെ
ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. നമ്മൾ ഇപ്പം ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, അവനകത്ത് വെച്ചിട്ട് പറയുന്നു, ഞാനത് കണ്ടൻറ്റ് ഞാൻ കേട്ടു, ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജൻ്റ് എന്ന മൃഗമല്ല, ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേന്ന് മുതൽ നരേന്ദ്രമോദി, സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിലുണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്ത് പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശെന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. കാറിനുള്ളിൽ സീക്രട്ട് ഏജൻറ്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ടത് പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു. പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്ത് പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം. ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം കൂടി അവനുണ്ടാവണം. അതവനില്ല. അവിടാണ് അവന് പറ്റിയ മിസ്റ്റേക്ക്. ഇപ്പം ആൾക്കാർ തെറി പറയുന്നതൊന്നും പ്രശ്നമല്ല. ഇപ്പം ഇപ്പം എന്നെ ആൾക്കാർ നെഗറ്റീവ്സ് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ വ്യക്തിത്വം കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. എനിക്ക് വേണമെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനെ സൂചിപ്പിച്ച് സംസാരിക്കാം, കരുത്തരായിട്ടുള്ള ആൾക്കാരെ സൂചിപ്പിച്ച് സംസാരിക്കാം, ഇച്ചിരി ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ എനിക്ക് പെരുമാറാം. അങ്ങനെ പെരുമാറാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തിനാണ് ദിലീപിനെ അനുകൂലിക്കാൻ പോയത്? അഖിലേ, നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ സമയത്ത് പോയി ദിലീപിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്, വെറുതെ കുറേ ആൾക്കാരെ തെറിവിളി കേൾക്കേണ്ടത്? അതിലെ തെറിവിളി എനിക്ക് ഒരു പ്രശ്നമില്ലെന്നേ, സന്തോഷമാണ്, നിലപാടാണ്. അതിനകത്ത് ഒരു പ്രശ്നമില്ല. അങ്ങനല്ല മറ്റേത്. അതായത് ഇപ്പം ഇവൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്വയം അകത്തുപോയി കഴിവില്ലാത്തവനായി മാറി പെർഫോം ചെയ്യുകയും ഒന്നും താൻ അകത്തു നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുത്തില്ല എന്നും, എന്നാൽ ഇന്നലകളിൽ ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം. പുറത്തുനിന്ന് കാണുന്നതല്ല അകത്ത്, ഗാലറിയിൽ ഇരുന്ന് കാണുന്നതല്ല കളിക്കുന്നത്. ഇത് എല്ലാവരോടും കാണിക്കാനുള്ളൊരു മാന്യത ഞാൻ ഇനി പുലർത്തണം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കേ അറിയത്തുള്ളൂ ആ രാഷ്ട്രീയക്കാരൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും അയാളുടെ സാഹചര്യങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ അയാൾ നേരിടേണ്ടി വരുന്ന പ്രഷർ എന്താണെന്നും. ഒരു പഞ്ചായത്ത് മെമ്പർ ആകുമ്പോഴേ പഞ്ചായത്ത് മെമ്പറുടെ വേദന നമുക്കറിയത്തുള്ളൂ. അത് എന്തില്ലാത്തിലും, ഞാൻ പറഞ്ഞത് ഇതിനെ ഓരോന്നിനെ കുറിച്ച് എടുത്ത് പറയുന്നില്ല, എന്തിലും. അപ്പോൾ നമ്മളൊരാളെ വിമർശിക്കുന്നതിന് ഒരു കറക്റ്റ് പോയിന്റുകൾ ഉണ്ടാവണം. വ്യക്തിപരമായി മാറരുത്. പലപ്പോഴും വ്യക്തിഹത്യകളാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറഞ്ഞാലും വ്യക്തിഹത്യകളാണ് പലപ്പോഴും ചെയ്യുന്നത്. അതിനെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കും, പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ നിങ്ങൾ പരിഹസിക്കാതെ ആ നേതാവ് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ മുന്നോട്ടൊരു ആശയം വെച്ചിട്ട് അത് ചർച്ച ചെയ്യിപ്പിക്കും. ബി അൾട്ടിമേറ്റിൽ ഉണ്ടാവും. ഒരിക്കലും എന്നെ വിളിക്കത്തില്ല. കാരണം ഒന്ന്, ഞാൻ വിന്നർ ആയതുകൊണ്ട്. ഇനി വിന്നർ അല്ലാതെ വല്ലാത്ത ആളായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ആ 7 അവരടിപ്പിക്കത്തില്ല. ഓക്കെ, എപ്പോഴും സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഞാൻ പോകത്തുമില്ല കേട്ടോ. ഇനി അങ്ങനെ വിളിച്ചാലും ഇപ്പം ഇങ്ങനൊരു കോൺട്രവേഴ്സികൾ വന്നില്ലെന്ന് വെച്ചോ. ഇപ്പോൾ പലരും പറഞ്ഞു ഇങ്ങനൊരു കോൺട്രവേഴ്സി ഉണ്ടായില്ലായിരുന്നുണ്ടെങ്കിൽ ഹോട്ടൽ ടാസ്കിൽ അഖിലേട്ടനെ വിളിച്ചേനെന്ന്. സത്യത്തിൽ പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. അതാണ് ഏറ്റവും ബുദ്ധി. സ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളാണ്. ഭാവി എങ്ങനെ ആകണമെന്ന് നന്നായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം താങ്കൾക്ക് ഇനിയും ഉള്ള യാത്രയിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ സക്സസ്സും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഒരുപാട് നന്ദി ഇത്രയും നേരം മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിനോടൊപ്പം ചിലവഴിച്ചതിന്. താങ്ക് യു. മൂവി വേൾഡ് മീഡിയയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു.